ആദ്യം തന്നെ എന്തിനാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് നമുക്ക് പണം തരുന്നത്? നമ്മൾ വീഡിയോ ഇടുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ പൈസ തന്നുകൊണ്ടിരിക്കും. അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് യൂട്യൂബിൻ്റെ ആഡ് റവന്യൂവിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിനിടയിൽ പല പരസ്യങ്ങളും വരുന്നില്ലേ? ഈ പരസ്യം യൂട്യൂബിൽ കാണിക്കാനായിട്ട് ഈ പരസ്യത്തിൻ്റെ കമ്പനി യൂട്യൂബിന് പണം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന പണം, അതാണ് ആഡ് റവന്യൂ. അതിൻ്റെ 55% ഈ യൂട്യൂബ് ചാനലിൻ്റെ ക്രിയേറ്റർക്ക് യൂട്യൂബ് കൊടുക്കുന്നത്. ഇനി ഷോർട്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ ആഡ് റവന്യൂവിൻ്റെ 45% ഈ യൂട്യൂബ് ക്രിയേറ്റർക്ക് കിട്ടുള്ളൂ. സോ നമ്മുടെ വീഡിയോയിൽ വരുന്ന പരസ്യങ്ങൾക്കനുസരിച്ചും ആ പരസ്യങ്ങൾക്ക് വേണ്ടി ആ കമ്പനികൾ എത്ര രൂപ മുടക്കുന്നു എന്നുള്ളതിനനുസരിച്ചുമാണ് നമുക്ക് വരുമാനം കിട്ടുക. പക്ഷേ ഇതൊക്കെ യൂട്യൂബും ആ കമ്പനിയും നമ്മളുള്ള പരിപാടിയില്ല. ഇത് നമുക്കറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട 2 ടേമുകളുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ മോണറ്റൈസ് ആയി കഴിഞ്ഞാൽ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട 2 ടേമുകൾ അതാണ്. ഒന്ന് CPM, ഒന്ന് RPM. CPM എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിലെ യൂട്യൂബ് വീഡിയോസിന് 1000 വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിന് പരസ്യ കമ്പനികളിൽ നിന്നും എത്ര ഡോളർ കിട്ടുന്നു എന്ന കണക്കാണ് CPM. ഇത് മുഴുവൻ നമുക്ക് കിട്ടില്ല. ഇതിൽ നിന്നൊരു പെർസെൻറ്റേജല്ലേ യൂട്യൂബ് നമുക്ക് തരുള്ളൂ. അങ്ങനെ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് RPM. നമ്മുടെ ചാനലിലെ ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂ വന്നു കഴിഞ്ഞാൽ അതിന് എത്ര ഡോളർ നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ളതാണ് RPM. ഞാൻ തുടങ്ങിയ ഈ പുതിയ ചാനൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന ചാനലിൻ്റെ RPM $0.35 അതായത് 3000 വ്യൂ വന്നാലേ എനിക്ക് $1 കിട്ടുള്ളൂ. എന്നാൽ ഞാനരുൺ എന്ന യൂട്യൂബ് ചാനലിൻ്റെ RPM കൂടുതലായിരുന്നു. അതിന് $1 RPM ഉണ്ട്. അതായത് 1000 വ്യൂ ഉണ്ടെങ്കിൽ $1 എനിക്ക് കിട്ടും. അപ്പോഴാണ് ഇതിൻ്റെ നീഷുകളുടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിൻ്റെ RPM കൂടുതലാണ്. അതേപോലെ ടെക് വീഡിയോസിന് RPM കൂടുതലാണ്. ഫൈനാൻസ് ടോപ്പിക്കുകൾക്കും RPM കൂടുതലാണ്. ഈ RPM കൂടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വരുമ്പോഴാണ്. നമ്മുടെ വീഡിയോയിൽ പരസ്യം ഇടാനായിട്ട് 1-ൽ കൂടുതൽ കമ്പനികൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ ഇത്ര രൂപയ്ക്ക് പരസ്യം ഇടാം എന്ന് പറഞ്ഞിട്ട് ബിഡ് ചെയ്യും. അപ്പോൾ ആരാണോ കൂടുതൽ എമൗണ്ട് ബിഡ് ചെയ്യുന്നത് അവർക്കാണ് പരസ്യം ഇടാൻ പറ്റുക. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്തോറും കൂടുതൽ പൈസ ചിലവാക്കിയിട്ട് പരസ്യം ചെയ്യാനായിട്ടുള്ള കമ്പനികൾ മുന്നോട്ട് വരും. അതിനനുസരിച്ച് നമ്മൾക്കുള്ള പരസ്യ വരുമാനം കൂടും. അപ്പോൾ എല്ലാ ഫീൽഡിലും ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. പക്ഷേ ചില നീഷുകൾ, ഞാൻ നേരത്തെ പറഞ്ഞത് ടെക് ആണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ, ഒരു മൊബൈലിൻ്റെ റിവ്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റ് കമ്പനികളുടെ ഇതേ റേഞ്ചിലുള്ള മൊബൈലിൻ്റെ പരസ്യം ഇതിൻ്റെ ഇടയിൽ വരാറില്ലേ? അപ്പോൾ അവർ ആ പരസ്യം കാണിക്കുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമറാണ് ഈ വീഡിയോ കാണുന്നത്, ചിലപ്പോൾ അയാൾ നമ്മുടെ പ്രൊഡക്റ്റും വാങ്ങിയേക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ടെക് റിലേറ്റഡ് സാധനങ്ങൾ, ഫൈനാൻഷ്യൽ ടോപ്പിക്കുകൾ, പിന്നെ എൻ്റർടൈൻമെൻറ്റ് എന്നും ആളുകൾ കാണുന്നൊരു ഫീൽഡാണ്. അതിലൊക്കെയാണ് നല്ല രീതിയിലുള്ള പരസ്യ വരുമാനം ഉള്ളത്. നമ്മളല്ലാത്ത ടോപ്പിക്കിലൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ RPM കുറവായിരിക്കും. RPM കുറഞ്ഞു കഴിഞ്ഞാൽ ഈ $100 എത്തണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറേ വ്യൂസ് കിട്ടേണ്ടി വരും. സോ ഈ നീഷിനനുസരിച്ചും ഭാഷ അനുസരിച്ചും നമ്മളുടെ രാജ്യം, സംസ്ഥാനം, ഇതിനൊക്കെ അനുസരിച്ച് നമ്മളുടെ ആഡ് റവന്യൂവിൽ വ്യത്യാസം വരും. അപ്പോൾ ചിലർക്ക് കുറേ വ്യൂ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുമെന്ന് വേണ്ട. അവർ RPM കുറവാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങൾ നിങ്ങളുടെ CPM-ഉം RPM-ഉം ആണ്. അതനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അല്ലാതെ വ്യൂ കൂടിയതുകൊണ്ട് നമുക്ക് വരുമാനം കിട്ടണമെന്നില്ല. അപ്പോൾ ഇനി RPM എങ്ങനെ കൂട്ടാം? RPM കൂട്ടാൻ ഒന്നാമത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ വീഡിയോ ലെങ്ത് മിനിമം 8 മിനിറ്റെങ്കിലും ആക്കുക. 8 മിനിറ്റുള്ള വീഡിയോയുടെ ഇടയിൽ മിഡ് റോൾ ആഡുകൾ വരും. അതായത് സാധാരണ ഒരു വീഡിയോയ്ക്ക് വീഡിയോ തുടങ്ങുമ്പോഴും വീഡിയോ അവസാനിപ്പിക്കുമ്പോഴാണ് പരസ്യം വരുന്നത്. 8 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഇടയിലും പരസ്യം വരും. അങ്ങനെ ഇടയിൽ പരസ്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം കൂടും. അങ്ങനെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് വീഡിയോയുടെ RPM കൂടും. പക്ഷെ അവിടെ ഉള്ളൊരു പ്രശ്നം, ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരസ്യ വരുമാനത്തിന് വേണ്ടി വീഡിയോ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്റിൽ വെച്ച് ആൾക്കാർക്ക് ബോറടിക്കും, പിന്നെ അവർ ആ വീഡിയോ കാണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതിൽ നിന്ന് വരുമാനവും കിട്ടില്ല, വ്യൂസും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് ആണ് എപ്പോഴും വേണ്ടത്. 8 മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും എൻഗേജിങ് ആയിട്ട് ആ വീഡിയോ എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെ ചെയ്യുക. പക്ഷേ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ 8 മിനിറ്റ് എന്നുള്ള കണക്ക് മൈൻഡിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 മിനിറ്റിൻ്റെ ലെങ്ത്തുള്ള എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കിയിടാൻ പറ്റും. സോ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് RPM കൂട്ടാൻ പറ്റും. അടുത്ത കാര്യം ലോങ് വീഡിയോസ് കൂട്ടുക എന്നുള്ളതാണ്. ചിലർ ഷോർട്സ് മാത്രമായിരിക്കും കൂടുതൽ ഇടുന്നത്. പക്ഷേ ഷോർട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ ആഡ് റവന്യൂയുടെ 45% നിങ്ങൾക്ക് കിട്ടുള്ളൂ. മാത്രമല്ല ഷോർട്സ് എന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് കണ്ടില്ലേ, ലോങ് വീഡിയോ ഇത്ര വ്യൂവേ ഉള്ളെങ്കിലും ഇത്രയും വരുമാനമായി. പക്ഷേ ഷോർട്സിന് ഇത്രയും വ്യൂ ഉണ്ടായിട്ടും ഇത്രയും വരുമാനം കിട്ടിയിട്ടുള്ളൂ. സോ നിങ്ങൾ ഷോർട്ട് വീഡിയോ കൂടുതൽ ഇടുന്ന ആളാണെങ്കിലും ലോങ് വീഡിയോസും കൂടെ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് RPM കൂട്ടാൻ പറ്റും. സോ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിലവിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങി മോണിറ്റൈസ് ആവാതിരിക്കുന്നവരോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
ഒന്നാമത്തെ കാര്യം, ക്വിക്ക് മണി എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണ്ട. ചിലർ പെട്ടെന്ന് സക്സസ് ആവുന്നുണ്ട്, പെട്ടെന്ന് ചാനൽ മോണിറ്റൈസ് ആവുന്നു, പെട്ടെന്ന് വരുമാനം കിട്ടുന്നു. അത് ചിലരുടെ കാര്യമാണ്, എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. ഫൈനാൻഷ്യൽ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിരുന്ന ഗായത്രി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അവർ റോസ്റ്റിങ്ങിന് വേണ്ടി പുതിയൊരു ചാനൽ തുടങ്ങി. വളരെ കുറച്ച് വീഡിയോസോട് കൂടി തന്നെ അവർ പെട്ടെന്ന് ഫേമസ് ആയി, പെട്ടെന്ന് നല്ല റീച്ച് കിട്ടി. ഇത് കണ്ടപ്പോഴാണ് ഫൈനാൻഷ്യൽ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊരു ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ കിട്ടിയത്. പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ആ ചാനൽ പെട്ടെന്ന് സക്സസ് ആവും, അങ്ങനെ പെട്ടെന്ന് വരുമാനം കിട്ടി തുടങ്ങുന്നതാണ്. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ 3 വർഷം എടുത്തു. നമ്മൾ സക്സസ് സ്റ്റോറീസ് മാത്രം കണ്ട് പഠിക്കരുത്. കാരണം സക്സസ്ഫുൾ ആവുന്നത് 1-2 പേരാണ്. പണി കിട്ടിയവരുടെ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയ പണി കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ. സോ നിങ്ങൾ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ വരുമാനം കിട്ടും എന്ന പ്രതീക്ഷയിൽ തുടങ്ങണ്ട. ഇത് കുറച്ചധികം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അടുത്ത കാര്യം, ഇതൊരു സ്ഥിര വരുമാനമല്ല. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ കാര്യം എടുത്താൽ 5 മാസം കൊണ്ടാണ് $100 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്തിയത്. എനിക്ക് എല്ലാ മാസവും $100 വരുമാനമില്ല. അപ്പോൾ അടുത്ത $100 കിട്ടണമെങ്കിൽ ഇനിയും 3-4 മാസം പിടിക്കും. സോ ഇതാണ് യൂട്യൂബിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതിൽ നിന്നും ഒരു സ്ഥിര വരുമാനം കിട്ടും എന്ന പ്രതീക്ഷയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണ്ട. നമ്മളുടെ ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് മാത്രമായിരിക്കും ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം. ഇനി അടുത്തൊരു കാര്യം, ഏത് വീഡിയോ വർക്കാവും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു പിടിയില്ല. നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ചിലപ്പോൾ വർക്കാവില്ല. പക്ഷേ ഇതേ സമയം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയിട്ട് മൈക്കോ ലൈറ്റോ ഒന്നുമില്ലാതെ ഷൂട്ട് ചെയ്ത വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആവും. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസുകളുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതിൽ ഏത് വർക്കാവില്ല എന്നുള്ളത് നമ്മുടെ ജഡ്ജ്മെൻ്റ് അല്ല. സിനിമകളുടെ കാര്യം പോലെ തന്നെയാണ്. ഒരുപാട് സിനിമകളോട് ഇറങ്ങുന്നുണ്ട്, ഇതിൽ ഏത് വർക്കാവില്ല എന്ന് നമുക്കും അറിയില്ല, സിനിമാക്കാർക്കും അറിയില്ല. എന്നാലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് നല്ല രീതിക്ക് കയറി പോവുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.